അവിക്കാൻ പറ്റൂലല്ലേ? അതാ ഓടെ പ്ലീസ്. ഇനിയിപ്പം ചില്ലൊക്കെ എടുത്തിടണ്ടേ? $15,000 ടിക്കറ്റിന് കൊടുത്തെങ്കിൽ എന്ത്? 7,000 ഇതിലങ്ങ് തീരും. ഇതെന്താ മേജർ സെറ്റ് കഥകളിയാ? അടങ്ങിയിരിക്കടാ. 1 ഓറഞ്ച് ജ്യൂസ്. നിന്റെ മോളക്കണക്ക് കാണണ്ട. എടാ മറ്റവനെ നാണമില്ലടാ നിനക്ക്. ഒരു പെൺകുട്ടി വന്നു നിന്നു, അപ്പം നിനക്ക് വിരിവിരിവിടാന്ന് വരുമല്ലടാ. മോളെ പ്രായമുണ്ട്. എന്നെ കൊന്നേ അടങ്ങും. ഞാൻ ജയിലിൽ കിടക്കണം, എന്റെ ചാക്കാല കാണണം. വന്നങ്ങ് നിന്ന് തരയുള്ളൂ. പക്ഷേ നമ്മളങ്ങനെ മാറാൻ പാടുണ്ടോ? അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ടല്ലയാ. മാർത്താണ്ട ബസ്സിക്ക് റൂട്ട് അടിച്ചാൽ മതി. എന്നെയും കൊണ്ടേ പോവും, അല്ലെങ്കിൽ എപ്പോഴേ പോവാനുള്ളത്. ഈ കണ്ട കാലത്തേക്ക് ഞാൻ ചാവണം. എടാ ഒതുങ്ങടാ. 1 ഓറഞ്ച് ജ്യൂസ്. ഇന്ന് ഞാൻ ജ്യൂസ് കുടിച്ച് ചാവുകയുള്ളൂ മിക്കാറും. അല്ലേ ഇവനൊക്കെ മര്യാദക്കിരിക്കില്ലെന്ന്. മോളക്കണക്ക് കാണേണ്ട പെൺകുട്ടികളെ സഹോദരി, ഒരു മത്തങ്ങ ബലൂൺ തരാമോ? അതിന്റെ റബ്ബറിൽ പിടിച്ച് താഴോട്ട് ചാടാൻ ഞാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടക്കമ്പീര തുണിയെടുത്ത് എന്നെ ഒരു പാരച്യൂട്ട് ഉണ്ടാക്കി തരാമോ? തെങ്ങിന്റെ മണ്ടയിൽ ലാൻഡ് ചെയ്യാം, കരിക്ക് ഉടത്തുകൊണ്ട് താഴോട്ട് വരാം. കുടിച്ച് ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ടേ പോകും. വരാനുള്ളതൊക്കെ വഴി തങ്ങോ. ഈശ്വരാ, അട്ടക്കുളങ്ങരയോ യാത് ജയിലിലാണ്. എന്നാലും നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ സുഖം തന്നെ. ഇതെന്തൊരു കുരുവിയാ ചാടിക്കൊത്തായി. അങ്ങോട്ട് ചാരലടാ. ആ മദാമ കാർബൺ പേപ്പർ വായിച്ചണക്കായപ്പോ ഭയങ്കര ഒരുപാട് കാലമായില്ലേ ഫ്ലൈറ്റിൽ. അതാ ഇങ്ങനെ സാർ, ഏകദേശം ഒരു 10-15 മിനിറ്റിനകം പ്രോഗ്രാം അവസാനിക്കും. ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ അവന്മാർ അവിടെ നിന്ന് പൊക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നല്ലത്. അമ്പേറ്റ് പ്രാണൻ വെടിയാറായ ഇവരുടെ പ്രാണവേദന കാണാൻ എനിക്ക് തിടുക്കമായി. എത്രയും പെട്ടെന്ന് എന്റെ മുന്നിലെത്തിക്കുക. बड़ी गहरी अख मारे
तेरी फिक्र से अंगारे ले लूंगी मैं, गहरे पानी की मछली हूँ, राजा घाट घाट दरिया में घूमी हूँ मैं, तेरी नजरों की लहरों से हार के आज डूबी हूँ मैं। चांदनी में जलवा है, देखने में हलवा है, चांदनी में जलवा है, देखने में हलवा, प्यार से परोस दूंगी दूसरी जगह, ये तो ट्रेलर है, पूरी फिल्म दिखाने आई, हुस्न की तीर से तेरी फिल्म जलाने आई, कितनी चमेली छुप के अकेली पौआ चढ़ा के आई, कितनी चमेली छुप के अकेली पौआ चढ़ा के आई, कितनी चमेली छुप के अकेली पौआ चढ़ा के आई, कितनी चमेली छुप के अकेली पौआ चढ़ा के आई। റിയൽ ഫിഗർ ഷോ. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായ ഒരു നായികയോടൊപ്പം അഭിനയിച്ചുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് നേടിയ അഭിമാന താരം, മലയാളത്തിന്റെ എക്കാലത്തെയും നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണിക്കിലുങ്ങല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. 1975-80 കാലഘട്ടത്തിൽ ശബ്ദഗാംഭീര്യത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന് ശാപമോശം എന്ന മലയാള സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ശാപമോശം നൽകിയ മലയാളത്തിന്റെ ഫസ്റ്റ് ആക്ഷൻ ഹീറോ ശ്രീ ജയൻ. ലയന സംഗീത തോറും പടരും ലഹരി, തോറും പടരും ലഹരി, ഭാവ സംഗമ സായുജ്യം രതിലയം. ഗാനമാധുരിയിൽ വേറിട്ട് നിൽക്കുന്ന ശബ്ദം, ഗസലിൽ പുതുവസന്തം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാധുര്യം, ഗസൽ ഗാനചക്രവർത്തി ശ്രീ ഹരിഹരൻ. നർമ്മം നിറഞ്ഞു തുളുമ്പുന്ന അംഗചലനങ്ങളിലൂടെ സിനിമാ പ്രേമികളെ കൂടുകൂടെ ചിരിപ്പിച്ച തമിഴകത്തിന്റെ ഹാസ്യ ചക്രവർത്തി, തമിഴ് ചലച്ചിത്രവേദി കിങ് ഓഫ് കൊമേഡിയൻ എന്ന് താരപരിവേഷം ചാർത്തിക്കൊടുത്ത നടന വിസ്മയം, തമിഴകത്തിന്റെ സൂപ്പർ കൊമേഡിയൻ ശ്രീ വടിവേലു. മലയാളിയുടെ താരസങ്കല്പങ്ങളുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ അപ്പാടി പൊളിച്ചെഴുതി കടന്നുവന്ന് 3 പതിറ്റാണ്ടായി ആസ്വാദനത്തിന്റെ കമലദളത്തിലെ ഭരതദീപ്തിയായ മലയാളത്തിന്റെ നടന വിസ്മയം, The One and Only ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ഭരത് മോഹൻലാൽ. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു ഗാനവുമായി നമ്മുടെ ലാലേട്ടൻ.
മനോഹരി നീ എന്റെ പ്രാണനീ താളക്കൊഴുപ്പിന്റെയും ചടുല നൃത്തത്തിന്റെയും കളിക്കളമായി മാറിയ തമിഴ് സിനിമാ ലോകത്തിന്റെ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളും തമിഴകവും ഇരു കൈയും നീട്ടി സ്വീകരിച്ച നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ ശ്രീ വിജയകാന്ത്. பஞ்சவன அஞ்சு கிலோ தாலி தந்த ஓ மாமனுக்கு சத்தமயோ என்ன தார. 3.5 പതിറ്റാണ്ടിനപ്പുറം മലയാള സിനിമയുടെ മായികമേളയിൽ സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്ന ചെറുപ്പക്കാരൻ അഭിഭാഷക വേഷത്തിൽ ഒരു നടന്റെ മുഖാവരണം അറിഞ്ഞ് പഠിച്ചറിവിന്റെ കരുത്തിലൂടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി മാറിയ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം പത്മശ്രീ ഭരത് മമ്മൂട്ടി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. തെന്നിന്ത്യൻ ചലച്ചിത്രാഘോഷ വേദിയിലെ രാജകുമാരൻ തമിഴകത്തിന്റെ മാത്രമല്ല മലയാളക്കരയുടെ യുവത്വത്തിന്റെ ആകെ മുഖമുദ്രയായി മാറി ചടുലമായ നൃത്ത ചുവടുകളോടെ ഒരു ചിരികൊണ്ട് പോലും ഹൃദയങ്ങളെ കീഴടക്കി പുതുമയുടെ പുതുഭാവവുമായി ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഇളയ ദളപതി ഡോക്ടർ വിജയ്. മേഘമായി വന്നു പോകുകിനി പെണ്ണിലാവുന്നു തേടിനി മേഘമായി വന്നു പോകുകിനി പെണ്ണിലാവുന്നു തേടിനി யாரிடம் சொல்வது என்று நான் உண்மை செய்வது என் அன்பே என் அன்பே வேகமாய் வந்து போகிறேன் பெண்ணிலா உண்மை தேடினேன். പറമോനെ അങ്കിളിന് ഒട്ടും സമയമില്ല. ആ പെട്ടി എവിടെ? എനിക്കറിയില്ല. തമ്പുരാനെ അതിനൊന്ന് ചോദിച്ചോട്ടെ, ഈ പാവപ്പെട്ട പ്രജയുടെ പെട്ടി എവിടെ? എന്റെ പണം എവിടെ? സത്യമായിട്ടും എനിക്കറിയില്ല. ഒരു വണ്ടിയിൽ മാറിക്കൊണ്ട് വെച്ചതാ. അതെവിടെയാണെന്ന് അവർക്കറിയില്ല. അപ്പൊ നീ പോകുന്നത് എവിടെയാണെന്ന് അവര് പറയണ്ട. ഞാൻ പറയാം. കൊല്ലരുത്. ഞങ്ങൾ ആ പെട്ടി രാമപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. സത്യം. ശങ്കർ, ഇതല്ലേ നീ അന്വേഷിക്കുന്ന പെട്ടി? നിന്റെ പേജ് ഞാൻ ഈ കഥയിൽ നിന്നും കീറിക്കളയാൻ പോകുന്നു. ശങ്കർ, അവന് വെക്കേഷൻ ബാങ്കോങ്ങിൽ. ഒരടി മുന്നോട്ട് വെച്ചാൽ ചാമ്പലാകും നീ. നിന്റെ മസിൽ പവറും മണി പവറും കണ്ട് ഭയന്നു നിൽക്കുന്ന മാറുവാദികളെ നീ കണ്ടിട്ടുള്ളൂ. ഇത് കേരളമാണ്. വിഡ്ഢികൾ മരണം എരണ്ടുമാകും. നിനക്കും അതേ വിധിച്ചിട്ടുള്ളൂ. ഓഫീസർ, നോ നോ. എനിക്ക് വിലയിടാൻ നീയോ? അതിന് നീയും നിനക്ക് ശേഷമുള്ള 11 തലമുറയിൽ കാത്തിരിക്കണം. എന്താണാണ് ആഴം തരവ് കണ്ട് കളിക്കണ്ടേ? ബാങ്കോങ്ങിലെ നീഗ്ര കോളനികളിൽ, മംഗലാപുരത്തെ കുഴൽപ്പണ ലോബികളിൽ, ഇന്ത്യയിലെ ചിതലരിച്ച അണ്ടർവേൾഡിന്റെ അകത്തളങ്ങളിൽ ഞാൻ അന്വേഷിച്ച കണ്ണുകൾ ഇതായിരുന്നു. അംഗത്തിനിറങ്ങാൻ ചുവട് തെറ്റാത്ത മണ്ണിൽ തനിക്ക് താങ്ങാൻ പറ്റുന്ന എതിരാളിയോട് ഗണീഷ് അവർ എന്താ മാഷയെ നോക്കി നിൽക്കുന്നത്? ഒരു കൈ സഹായിക്കണം.
Thank you.